ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഒന്നൊന്നര ത്രില്ലർ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സത്യം പറയാലോ, മെയിൻ ആയിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളാണ്. അവരെ വെച്ചുകൊണ്ട് ഈ ഒരു മൂവി അവസാനം വരെ നമ്മൾ ത്രില്ലടിപ്പിച്ചെടുത്തും. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള മൂവീസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു മൂവി കാണുമ്പോഴത്തേക്കും ഒരു ഫ്രഷ് ആയിട്ടൊരു പുതിയ മൂവി കാണുമല്ലോ, ആ ഒരു ഫീൽ എന്തായാലും കിട്ടും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു മൂവി കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അധികം സംസാരിക്കാതെ വൺ ലൈനും എന്തായാലും പറയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിലെ ഒരു വീടിനകത്ത് നല്ലതുപോലെ ബഹളം കേൾക്കുന്നു. ഒരു പെണ്ണാണെങ്കിൽ അലറി വിളിക്കുന്നുണ്ട്. ആ ഒരു വീടിനകത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പെണ്ണ് നല്ലതുപോലെ തന്നെ അടികൊണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഴഞ്ഞിഴഞ്ഞ് ഒരിടത്തേക്ക് വരുമ്പോൾ അവളുടെ പുറകെ തന്നെ ഒരുത്തം വരുന്നു. അപ്പോൾ ഇത് ആ ഒരു പെണ്ണിന്റെ ഭർത്താവാണ്. അവനാണെങ്കിൽ അവളെ നല്ലതുപോലെ ഉപദ്രവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾ എന്തോ ഒരു തെറ്റ് അവനോട് ചെയ്തെന്നും പറഞ്ഞിട്ടാണ് അവളെ ഉപദ്രവിക്കുന്നത്. അതേപോലെ തന്നെ അവന്റെ കയ്യിൽ ഒരു തോക്കുണ്ട്, അതെടുത്ത് ആ ഒരു പെണ്ണിനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നു. എന്നിട്ട് അവളെ കൊല്ലുമെന്നുള്ളൊരു അവസ്ഥയാകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവൻ അത് മാറ്റി ആ ഒരു തോക്കെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ശരി നീ തന്നെ ഇത് ചെയ് എന്ന് പറഞ്ഞ് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അവളായാലും കുറെ നേരം നോക്കി നിന്ന് അവസാനം ആ ഒരു ട്രിഗർ വലിക്കാനായിട്ട് വരുന്നതും പെട്ടെന്ന് ആ ഒരു സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുന്നത് അതേ ആ ഒരു പെണ്ണിനെ തന്നെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ വയലറ്റ്. അവളൊരു തെറപ്പിസ്റ്റ് ആണ്. ഇപ്പൊ കാണിക്കുമ്പോഴായാലും തന്റെ ഒരു ക്ലയന്റിനോട് അവൾ നല്ലതുപോലെ സംസാരിക്കുന്നുണ്ട്. അവർക്കുള്ള വിഷമങ്ങളെല്ലാം കേട്ടിട്ട് അതിനുള്ള മറുപടിയെല്ലാം പറഞ്ഞ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അവളുടെ ഫോണിൽ ഹെൻറി എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഫോൺ എടുത്ത് അവൾ പോകാനായിട്ട് വന്ന് ആ ഒരു മെസ്സേജ് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവളുടെ പുറകിൽ നിന്നും ജനാലിൽ ആരോ തട്ടുന്ന ശബ്ദം. തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് ഒരാൾ വന്നിട്ട് ഹേയ് നിങ്ങളുടെ മീറ്റർ ഒന്ന് നോക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ അത് വീടിന്റെ പുറകുവശത്താണെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടേക്ക് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി അവൾ കിച്ചണിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളുടെ അടുത്ത് ഈ ഒരു ടോയ് കാർ ഉണ്ടല്ലോ അങ്ങനെ വരുന്നു. അതുപോലെ അതിന് മുകളിലാണെങ്കിൽ എന്തോ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അത് അവളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും വയലറ്റ് ആയാലും പെട്ടെന്ന് അതെടുത്ത് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് എന്തോ ഒരു കാര്യം എഴുതിയേക്കാണ്. അപ്പോഴാണ് വയലറ്റ് ഹേയ് ടോബി നീ എവിടെയാന്നും പറഞ്ഞിട്ട് ആ ഒരു വീട് മുഴുവനായിട്ട് ഇങ്ങനെ നടന്നു നോക്കുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഹീറോയിന് ടോബി എന്ന് പറഞ്ഞിട്ട് ഒരു മകനുണ്ട്. അതുപോലെ സ്റ്റാർട്ടിംഗ് സീനിലെ അവളുടെ ഭർത്താവ് അവളെ ഉപദ്രവിക്കുന്നതായിട്ട് കാണിച്ചിരുന്നല്ലോ, ആ ഒരുത്തൻ മരിക്കുകയും കൂടി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ മദറായിട്ടാണ് ടോബി അവൾ വളർത്തുന്നത്. അങ്ങനെ ടോബി ആയിട്ട് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് വീടിനകത്തേക്ക് ഒരാൾ കയറി വരുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിന്റെ സഹോദരിയാണ്. അവളുടെ പേര് ജെൻ. അങ്ങനെ ജെന്നകത്തേക്ക് കയറി വന്നിട്ട് വയലറ്റിനെ കാണുന്നതും അവളുടെ ഡ്രസ്സെല്ലാം കണ്ടിട്ട് ഹേയ് ഇതാണോ നീ ഇട്ടോണ്ട് പോകാൻ പോകുന്നത്, ഇതെന്തായാലും മാറ്റണമെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കൊണ്ടുവന്ന് ഒരുപാട് വസ്ത്രങ്ങൾ അവളെ കൊണ്ട് മാറ്റി ഇരിക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, നമ്മുടെ വയലറ്റ് ഇപ്പോൾ ഒരു ഡേറ്റിങ്ങിനായിട്ട് പോവാണ്. അവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഡേറ്റിംഗ് ആണ്. അപ്പോൾ അവൾ ഡേറ്റിങ്ങിനായിട്ട് പോകുന്ന ആ ഒരുത്തനാണ് നേരത്തെ ഒരു മെസ്സേജ് അയച്ചത്. അവന്റെ പേര് ഹെൻറി എന്നാണ്, നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ. അങ്ങനെ ജെൻ ആയാലും നല്ലൊരു വസ്ത്രമല്ല അവൾക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ വയലറ്റ് ടോബിയോട് ഇന്ന് എന്തായാലും നീ ജെന്നിനോടൊപ്പം ഇവിടെ കഴിയണം, അമ്മ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ, അതുകൊണ്ട് രണ്ടുപേരും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കണമെന്നെല്ലാം പറഞ്ഞ് യാത്രയെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ ഹീറോയിനായാലും ആ ഒരു ഡേറ്റിങ്ങിനായിട്ട് പോവാണ്. അപ്പോൾ ഹെൻറി എന്ന് പറഞ്ഞ അവനാണെങ്കിലോ വലിയൊരു ഹോട്ടലിലേക്കാണ് അവളെ വിളിച്ചിട്ടുള്ളത്. അവളായാലും ആ ഒരു ഹോട്ടലിന് വെളിയിലേക്ക് വന്നിട്ട് എന്തായാലും തന്റെ ഫസ്റ്റ് ഡേറ്റിംഗ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷത്തിൽ അവൾ അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ ലിഫ്റ്റിൽ കയറി പോകുമ്പോഴത്തേക്കാണ് ഹെൻറി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, അവൻ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആവും, അതുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുക, ആ ഒരു സമയം കൊണ്ട് അവൻ വരുമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഹീറോയിനായാലും നേരെ അകത്തേക്ക് കയറി ചെന്നിട്ട് അവിടെയുള്ള ആ ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടല്ലോ അവരോട് ഇതുപോലെ ഞങ്ങൾ 2 ചെയർ ബുക്ക് ചെയ്തിരുന്നു, ആള് വരാനായിട്ട് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറയുമ്പോൾ അതിനൊന്നും കുഴപ്പമില്ല, നിങ്ങൾ അകത്തേക്ക് പോയി ഇരിക്കാൻ പറയുമ്പോൾ ഹീറോയിനായാലും നേരെ ചെന്ന് അതിനകത്തേക്ക് തന്നെ നടന്ന് പോവാണ്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ആ ഒരു ഡിസൈൻ തന്നെ അത്രയും നല്ലതാണ്. ഇതുപോലെയുള്ള വലിയ ഹോട്ടലുകളിൽ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ ഇല്ലയെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഞാൻ പോയിട്ടില്ല, പോകണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെങ്കിലും നമുക്ക് എല്ലാവർക്കും അത് സാധ്യമാകാം. അങ്ങനെ വയലറ്റ് ആയാലും തന്റെ ഫോൺ ഇങ്ങനെ നോക്കിയിട്ട് മുന്നിലേക്ക് നടക്കുമ്പോഴത്തേക്കും വേറൊരുത്തനും ഫോൺ നോക്കിക്കൊണ്ടുവന്ന് ഇവളെ ഒരു ഒറ്റയിടി അവളുടെ ഫോണാണെങ്കിൽ താഴെ വീഴും. അപ്പൊ അവനായാലും ആ ഒരു ഫോൺ എടുത്ത് കൊടുത്തിട്ട് ഹേയ് സോറി എന്നെല്ലാം പറയുമ്പോൾ ഇല്ലില്ല കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് വയലറ്റ് നേരെ ഈ ഒരു മദ്യം ഒഴിച്ചു കൊടുക്കുമല്ലോ ആ ഒരു ഭാഗത്തേക്ക് വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ വെയിറ്റേഴ്സ് ആയിട്ടുള്ള കാര എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. അവളായാലും ഇപ്പോൾ എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ വയലറ്റ് ഒരു വില കൂടിയ വൈൻ അങ്ങനെ ഓർഡർ ചെയ്യും. അങ്ങനെ ആ ഒരു വൈൻ എടുത്തിട്ട് കുടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് വേറൊരു കണ്ണാടി അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഹേയ് നിങ്ങൾ ഡയാൻ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ വയലറ്റ് പറയും സോറി ഞാൻ ഡയാൻ അല്ല എന്ന് പറയുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത് ഹേയ് അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഞാനൊരു ബ്ലൈൻഡ് ഡേറ്റ് നടത്തുകയാണ്, ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ എല്ലാം പരിചയപ്പെട്ടിട്ട് അങ്ങനെ ഡേറ്റ് നടത്തുന്ന രീതിയാണ്, ആ ഒരു ലേഡി ആയാലും വരാറായെന്ന് പറഞ്ഞിരുന്നു, കറക്റ്റ് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനായിട്ട് കുറച്ച് സംസാരിച്ച് അടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ക്യാര പറയും അവളൊരു ഡേറ്റിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്, പക്ഷെ ആളിതുവരെ വന്നില്ല എന്ന് പറയുമ്പോൾ അയാൾ പറയും ഹേയ് ഇല്ല കുഴപ്പമൊന്നുമില്ല ഞാൻ വെറുതെ സംസാരിച്ചതേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇവരുടെ ഇടയിലേക്ക് വേറൊരുത്തം വന്ന് അവൻ എന്തോ ഇങ്ങനെ ഓർഡർ ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഹീറോയിനോട് സംസാരിക്കാൻ വരുമ്പോഴത്തേക്കും ക്യാര അപ്പോഴും അവനോട് പറയുന്നുണ്ട് അവളൊരു ഡേറ്റിനായിട്ട് വന്നിരിക്കുകയാണെന്ന് പറയുമ്പോൾ അതിനെന്താ ഞാൻ വെറുതെ അവളോട് സംസാരിച്ചതല്ലേ ഉള്ളൂ,
എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോഴാണ് ക്യാര പറയുന്നത് അവൻ ഇവിടുത്തെ ഈ ഒരു പിയാനോ എല്ലാം വായിക്കുന്ന ആളാണ്, അവൻ ആരെ കണ്ടാലും ഇതുപോലെ തന്നെയാണ്, വലിയ കാര്യമൊന്നും ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും പരസ്പരം ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോയിന് ഇതുപോലെ ടോബി എന്ന് പറഞ്ഞൊരു മകനുണ്ടെന്നുള്ള കാര്യം ക്യാരിയോട് പറയുന്നത്. അപ്പൊ ക്യാരിക്കും ഇതുപോലെ ഒരു മകനുണ്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും നേരത്തെ കണ്ണാടി കിട്ടിയ ഒരാൾ വന്നിരുന്നല്ലോ, അയാളുടെ പേര് റിച്ചാർഡ് എന്നാണ്. ഇപ്പോ അയാളെ ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്ത്രീ അവിടേക്ക് വന്ന് റിച്ചാർഡ് അല്ലേ എന്നും പറഞ്ഞിട്ട് അയാളെയും വിളിച്ച് അവിടേക്ക് ഇങ്ങനെ നടന്നു പോകുന്നു. അതുപോലെ വന്ന സ്ത്രീയുടെ മൂഡ് അത്ര ശരിയല്ലാത്തതുപോലെയാണ്, കാരണം അവരുടെ മുഖം നല്ല ദേഷ്യപ്പെട്ടതുപോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ അവരവിടെ നിന്ന് പോകുന്നത് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ആ ഒരു ഫോൺ എടുത്തിട്ട് ഹെൻറിയുടെ ഫോട്ടോ എല്ലാം ഇങ്ങനെ നല്ലതുപോലെ നോക്കുന്നുണ്ട്. അങ്ങനെ അവന്റെ മെസ്സേജ് എല്ലാം വായിച്ചിരിക്കുമ്പോൾ അവളുടെ ഫോണിലേക്ക് എന്തോ ഒരു മെസ്സേജ് വരുന്നു. അതൊരു ആപ്പിൽ നിന്ന് വരുന്നതാണ്. അത് അക്സെപ്റ്റ് ചെയ്യാനും റിജക്ട് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവളത് റിജക്ട് ചെയ്ത് കളയും. എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും വീണ്ടും ആ ഒരു മെസ്സേജിന്റെ നോട്ടിഫിക്കേഷൻ അങ്ങനെ വരികയാണ്. ഹീറോയിൻ ഇപ്പോൾ തിരിഞ്ഞ് എല്ലായിടത്തും നോക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഇതൊരു സോഷ്യൽ മീഡിയ ആപ്പാണ്. നമ്മളിപ്പോ ഫോണും കൊണ്ട് ആ ഒരു ആപ്പ് ഓൺ ചെയ്തിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോഴത്തേക്ക് അതിന് 100 മീറ്റർ ചുറ്റളവില് ആരൊക്കെ ആ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും പരസ്പരം സംസാരിക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു റിക്വസ്റ്റ് മെസ്സേജ് ആണ് അവർ അയക്കുന്നത്. അതുകൊണ്ടാണ് ഹീറോയിൻ ഇപ്പോൾ ചുറ്റിനും നോക്കുന്നത്, ആരെങ്കിലും അവൾക്ക് ഇതുപോലെ മെസ്സേജ് അയക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ ആരെയും അങ്ങനെ കാണുന്നില്ല. അങ്ങനെ ആ ഒരു മുറിക്കകത്തുള്ള എല്ലാവരെയും വയലറ്റ് നല്ലതുപോലെ തന്നെ നോക്കുന്നുണ്ട്. ഒരുപാട് പേരും ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ആരാണെന്ന് അറിയത്തില്ല. ഇപ്പൊ ആരെങ്കിലും അവളെ നോക്കിയിരിക്കുന്നെങ്കിൽ മാത്രമേ അവരാണോ ഇല്ലയോ എന്ന് സംശയിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ ചുറ്റിനും നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹെൻറി അവിടേക്ക് വരുന്നു. അങ്ങനെ ഹെൻറിയെ കണ്ട് നല്ല രീതിയിൽ കയ്യെല്ലാം ഇങ്ങനെ കാണിച്ചിട്ട് ഹെൻറി ഇപ്പൊ അടുത്തേക്ക് വന്ന് കാർ വരാനായിട്ടും കുറച്ച് ലേറ്റായി, അതാണ് ഓക്കെ നമുക്ക് എന്തായാലും നമ്മുടെ സീറ്റിലേക്ക് പോയിരുന്നാലോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ വയലറ്റിനെ കൂട്ടി നേരെ അവരുടെ സീറ്റിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ ഇത്രയും വലിയ ഉയരമുള്ള ഒരു ബിൽഡിംഗ് ആണ്. അതേപോലെ തന്നെ അതിന്റെ ആ ഒരു കണ്ണാടി ഭാഗം ഉണ്ടല്ലോ സൈഡ്, അവിടേക്കാണ് ഇവർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെളിയിലുള്ള കാഴ്ചകൾ നല്ലതുപോലെ തന്നെ കാണാൻ കഴിയും. അതുമല്ലാതെ ഇവർ രണ്ടുപേരും ഈ ഒരു ആപ്പിലൂടെ തന്നെയാണ് പരിചയപ്പെട്ടത്. സാധാരണ ഇവർക്ക് രണ്ടുപേർക്കും ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നതിൽ വലിയ താല്പര്യമില്ല. എന്നിരുന്നാലും ഒരു പാർട്ണറായിട്ട് ആരെങ്കിലും വേണമല്ലോ. അങ്ങനെ രണ്ടുപേരും സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹെൻറിക്കാണെങ്കിൽ വയലറ്റിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. അവളുടെ സഹോദരി ജെൻ, മകൻ ടോബി, ഇവരെ പറ്റിയെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഒരു സോഷ്യൽ മീഡിയയിലൂടെ. അപ്പോഴാണ് നമ്മുടെ ഹീറോയും പറയുന്നത് സോറി ഞാൻ ഈ ഒരു ഫോൺ മേശപ്പുറത്ത് വെച്ചോട്ടെ, കാരണം ജെൻ എപ്പോ വേണമെങ്കിലും മെസ്സേജ് അയക്കും, ടോബി അവിടെ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഹെൻറി പറയും ഏയ് അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങനെ സംസാരിച്ച് തുടങ്ങുന്നതും പെട്ടെന്ന് അവിടുത്തെ വെയിറ്റർ ആയിട്ടുള്ള മാറ്റ് എന്ന് പറഞ്ഞ ഒരുത്തം വന്നിട്ട് ഹലോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവനാണെങ്കിലും നല്ലതുപോലെ സംസാരിക്കുന്ന ഒരുത്തനാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ നിന്ന് ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇന്ന് സംസാരിക്കുകയാണ്. കുറച്ചു നേരം ഇവർ നല്ല ഹാപ്പി ആയിട്ട് കേട്ടോണ്ടിരിക്കും. പക്ഷെ കുറെ കഴിയുമ്പോഴത്തേക്കും അവർക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഇവനായാലും രണ്ടുപേർക്കും എന്താണ് വേണ്ടതെന്നെല്ലാം ചോദിച്ച് രണ്ടുപേരും അടുത്തുപോയി. അപ്പോൾ നമ്മുടെ ഹീറോ ഹെൻറി ഉണ്ടല്ലോ, അവനായാലും ഹീറോയും കുടിച്ച ആ ഒരു വൈൻ ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഇവൻ പറയും ഓക്കെ ഇപ്പൊ വരാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നതും ഹെൻറി തന്നെ പറയുന്നുണ്ട് ഹോ എന്തുവായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ ഹീറോയിനും അത് വെറുതെ ഇരുന്ന് സംസാരിക്കുകയാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്കാണ് ഹീറോയിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. നേരത്തെ വന്നല്ലോ ഒരു ആപ്പിൽ നിന്നൊരു നോട്ടിഫിക്കേഷൻ, അത് തന്നെയാണ് വീണ്ടും വരുന്നത്. അപ്പൊ അതെടുത്ത് നോക്കിയിട്ട് അവളുടെ മുഖം മാറുമ്പോൾ ഹെൻറി ചോദിക്കും അല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അതെടുത്ത് കാണിച്ചിട്ട് ദേ ഇത് കണ്ടോ ആരോ ഒരാൾ എനിക്ക് കുറെ നേരമായിട്ട് അയക്കുന്നുണ്ട്. അപ്പോഴാണ് ഹെൻറി പറയുന്നത് ഓ ഇതിൽ ആപ്പല്ലേ, വേണമെന്നുണ്ടെങ്കിൽ എടുക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ റിജക്ട് ചെയ്തോ, ഞാൻ ട്രെയിനിൽ പോകുമ്പോഴത്തേക്കും പലതവണയും ഇത് സംഭവിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ അവളായാലും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഹെൻറി ചോദിക്കും ശരി ആരാണ് ഇത് അയക്കുന്നതെന്നറിയോ? അവൾ പറയും ഇല്ല ഞാൻ കുറെ നേരമായിട്ട് നോക്കി എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും ഓരോ ടേബിളിൽ ഇരിക്കുന്ന ആളുകളെ നോക്കിയിട്ട് അത് അവരായിരിക്കത്തില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇതേ അവരായിരിക്കത്തില്ല, അവർക്ക് വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ വയലറ്റ് റിച്ചാർഡിനെ നോക്കിയിട്ട് ദേ അയാൾ ഒരിക്കലും ആയിരിക്കത്തില്ല, കാരണം അയാളൊരു ബ്ലൈൻഡ് ഡേറ്റ് നടത്തുകയാണ്, അതുപോലെ പാവം നല്ല വിഷമമുണ്ട്, ആ സ്ത്രീ എങ്ങനെയാണെന്തോ എന്നും പറഞ്ഞിട്ട് ഇവർ വീണ്ടും കാര്യത്തിലേക്ക് ഇങ്ങനെ വരും. അപ്പോഴേക്കും നമ്മുടെ ഹെൻറി ആണെങ്കിലോ ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ അവന്റെ ജോലിയെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ അവളോട് പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വയലറ്റ് ടോബി ഉണ്ടല്ലോ അവന്റെ ഫോട്ടോസ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. അതെല്ലാം കണ്ട് രണ്ടുപേരും ഇരിക്കുമ്പോഴത്തേക്കാണ് വീണ്ടും ആ ഒരു നോട്ടിഫിക്കേഷൻ. പക്ഷേ ഇത്തവണ ആ ഒരു നോട്ടിഫിക്കേഷനിൽ നമ്മുടെ വയലറ്റിന്റെ പേര് ഉൾപ്പെടെയാണ് വരുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് ഹെൻറി ചോദിക്കും അല്ല എന്തു പറ്റി, അല്ല അയാൾക്ക് എന്റെ പേരറിയാം എന്നും പറഞ്ഞിട്ട് ഹെൻറിക്ക് അതിങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോഴേക്കാണ് ഹെൻറി ഫോൺ വാങ്ങിയിട്ട് ആ ഒരു ആപ്പ് എടുത്ത് കാണിച്ചിട്ട് ഇത് കണ്ടോ ഇവിടെ നിൽക്കുന്നത് നീയാണ് വയലറ്റ്, ബാക്കിയുള്ളവർ ചുറ്റിനുണ്ട്, അതുകൊണ്ട് തന്നെ നിന്റെ പേര് അവർക്ക് നല്ലതുപോലെ അറിയാൻ കഴിയും. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം, ഇതിനകത്ത് ഒരുപാട് പ്രൊഫൈലുകളുണ്ടല്ലോ, നമുക്ക് അവരുടെ മുഖം വെച്ചിട്ട് നോക്കാന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫോണിലുള്ള ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നവരുടെ മുഖം അതിനകത്ത് കാണാൻ കഴിയും. അത് വെച്ച് ഇവിടെ ഇരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും മിക്ക ആളുകളും അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹെൻറി പറയും ശരി എന്റെ കയ്യിലൊരു ആപ്പ് ഉണ്ട്, അതുവഴി ഇത് ആരാണ് ഉപയോഗിക്കുന്നത് എന്ന് പെട്ടെന്ന് ഡിക്റ്റേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുമെന്നും പറഞ്ഞിട്ട് അവൻ ആ ഒരു ഫോണും കൊണ്ട് അങ്ങനെ ഇറങ്ങി നടക്കാണ്. അവിടെയെല്ലാം നടന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ നിന്നല്ല അവൻ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ അവൻ പറയും ഇവിടെ ആരും ഇല്ലാന്നും പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുമ്പോഴത്തേക്കാൻ അവൻ അടുത്തൊരു മെസ്സേജ്, അതിലെന്താണെന്ന് വെച്ചാൽ നീ എന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണോ എന്നും പറഞ്ഞിട്ടാണ് മെസ്സേജ് ഉള്ളത്. അപ്പൊ ഇത് നമ്മുടെ ഹെൻറിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഹെൻറി പറയും അവൻ എന്തായാലും നമ്മളെ കളിയാക്കാൻ വേണ്ടി ചെയ്യുവാണെന്ന് തോന്നുന്നു, കാര്യമാക്കണ്ട,
അങ്ങനെ വീണ്ടും ഇവർ സംസാരിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ വെയിറ്റർ ആയിട്ടുള്ള മാറ്റ് ഇടക്കേറി വന്നിട്ട് ഇവർക്ക് എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കാണ്. അങ്ങനെ ഇവ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിന്റെ ഫോണിലേക്ക് വീണ്ടും ആ ഒരു മെസ്സേജ്. അവൾ ഇത്തവണ അതെടുത്ത് അക്സെപ്റ്റിങ്ങിനെ കൊടുക്കുമ്പോഴത്തേക്കാണ് അവനൊരു മെസ്സേജ് അയച്ചേക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലെ ക്യാമറ പരിശോധിക്കാനായിട്ട്. അപ്പോൾ ഹീറോയിൻ ആയാലും പെട്ടെന്ന് ഈ ഒരു CCTV ഉണ്ടല്ലോ അതിലെ ഓരോ ക്യാമറകളായിട്ട് ഇങ്ങനെ പരിശോധിക്കുകയാണ്. അങ്ങനെ ഓരോന്നായിട്ട് പരിശോധിച്ച് അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ആഹാ വീടിനകത്ത് മുഖം മൂടിയിട്ട് ഒരുത്തൻ ഇങ്ങനെ നിൽക്കുന്നു. അവന്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്. ഇതുകൂടി കാണുന്നത് ഹീറോയിൻ പെട്ടെന്ന് പേടിച്ചു പോകും. സോറി, അവന്റെ കയ്യിലുള്ളത് കത്തിയല്ല, ഒരു തോക്കായിരുന്നു. കൂടാതെ നമ്മുടെ ജെന്നും ടോബി ഉണ്ടല്ലോ അവര് രണ്ടുപേരും ഇപ്പോൾ റൂമിലാണുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം കൂടി കണ്ട് ഹീറോയിൻ ആകെ ഞെട്ടുന്നതും ഹെൻറി ചോദിക്കും വയലറ്റ് നീ ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ അവൾ അവനോട് പറയാനായിട്ട് വരും. അപ്പൊ തന്നെ അടുത്ത മെസ്സേജ് എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും വായടച്ച് മിണ്ടാതിരിക്കാനായിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. കാരണം ഈ ഒരു കാര്യം ഹെൻറിയോട് പറയരുതെന്ന്. അപ്പോഴേക്കും വയലറ്റ് ഇല്ലില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, എനിക്കിപ്പോ വീട്ടിലേക്കൊന്ന് വിളിക്കണം, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ എഴുന്നേറ്റിട്ട് പോലീസിനെ വിളിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കാണ് അടുത്ത മെസ്സേജ് ഒരിക്കലും നിന്റെ ഫോൺ ഇപ്പോൾ ഞാൻ ക്ലോൺ ചെയ്തേക്കാണ്, അതുകൊണ്ട് നീ ചെയ്യുന്ന എല്ലാ കാര്യവും എനിക്ക് അറിയാൻ കഴിയും. നീ പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചാലോ ഈ ഒരു റെസ്റ്റോറന്റ് വിട്ട് പോകാനായിട്ട് ശ്രമിച്ചാലോ നിന്റെ മകൻ എന്തായാലും മരിക്കും. എന്നും കൂടി മെസ്സേജ് അയക്കുന്നതും ഹീറോയിന് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ അവിടെ നിന്നും വീണ്ടും അവൾ മുന്നിലേക്ക് നടക്കുമ്പോഴത്തേക്കാണ് നേരത്തെ ഒരുത്തം വന്ന് ഇടിച്ചിരുന്നല്ലോ അവൻ പിന്നെയും വന്ന് ഇടിക്കുന്നു. അപ്പോഴേക്കും അവൻ ചോദിക്കും ഹേയ് നമ്മൾ നേരത്തെ ഇടിച്ചതല്ലേ എന്ന് പറയുമ്പോൾ അവള് ഓ അതെ എന്നെല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് നേരെ ബാത്റൂമിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ കയറിയിട്ട് ടോയ്ലറ്റിനകത്തേക്ക് കയറിയെന്ന് ഫോൺ ഇങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കും ഈ ബാത്റൂമിനകത്തേക്ക് ഒരുപാട് പെൺകുട്ടികൾ കയറി വരുന്നു. ആ ഒരു ശബ്ദം കേട്ട് ഹീറോയിൻ ആയാലും പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും അതിലൊരു പെണ്ണ് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ, എന്തെങ്കിലും പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഇപ്പോൾ ചുറ്റിനെ ഇങ്ങനെ നോക്കാണ്. അപ്പൊ അവിടെ എവിടെ ക്യാമറയൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്നും ഐലൈനർ ഉണ്ടല്ലോ അതിങ്ങനെ ചോദിക്കും. അപ്പൊ ആ ഒരു പെണ്ണ് അത് കൊടുക്കുമ്പോഴത്തേക്കും അത് വെച്ച് കയ്യിൽ ഹെൽപ്പ് എന്നുള്ള രീതിയിൽ എഴുതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷെ ആ ഒരു ഐലൈനർ ആണെങ്കിൽ ഒടിഞ്ഞു പോകുന്നതും ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുമല്ല ഇവര് സംസാരിക്കുമ്പോൾ അവള് മിണ്ടരുതെന്നല്ല ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്ക് ആ ഒരു പെൺകുട്ടികൾ വിചാരിക്കും ഇവക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് വിചാരിച്ചിട്ട് അവര് പെട്ടെന്ന് ഇവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. കാരണം ഇവൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭ്രാന്താണെന്നല്ലേ തോന്നത്തുള്ളൂ. അങ്ങനെ അവര് പോയതിനു ശേഷം ഹീറോയിൻ ആ ഒരു ബാത്റൂം ഫുള്ളായിട്ട് ഇങ്ങനെ പരിശോധിക്കാണ്. എന്തെങ്കിലും ഇവിടെ വെച്ചിട്ടുണ്ടോ ഇല്ലെന്നാണ് നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവിടെ എന്തോ ഒരു ഡിവൈസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് നോക്കി നിൽക്കുന്നതും അതിനകത്തേക്ക് മറ്റൊരു ലേഡി കയറി വന്നിട്ട് ഹീറോയിന്റെ നിപ്പെല്ലാം കണ്ടിട്ട് അവർക്കും വല്ലാണ്ട് തോന്നുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി നേരെ നമ്മുടെ ഹെൻറിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണെന്നെല്ലാം പറഞ്ഞ് അവളുടെ മുഖത്ത് ആ ഒരു ടെൻഷൻ കാണാനുണ്ട്. അപ്പോഴല്ലേ ഹെൻറി ചോദിക്കുന്നുണ്ട് നിനക്ക് ഉറപ്പാണോ കുഴപ്പമൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ വയലറ്റ് പറയും ഹേയ് അതുകൊണ്ടൊന്നല്ല, അവൻ ജനിച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ ഒറ്റയ്ക്ക് വെളിയിലേക്ക് പോയിട്ടില്ല, ആ ഒരു ടെൻഷനാണ് എനിക്ക്, അതുകൊണ്ടാണ് കുഴപ്പമൊന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഏയ് കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണെന്ന് പറയും. അങ്ങനെ വീണ്ടും ഇവർ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ അടുത്തുള്ള ആ ഒരു ടേബിൾ ലൈറ്റ് ഉണ്ട് അതിന് പുറകിലും ഇതുപോലെ ആ ഒരു ഡിവൈസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ സംസാരിക്കുന്ന മിക്ക കാര്യങ്ങളും ആ ഒരാൾക്ക് എന്തായാലും കേൾക്കാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ വാ തുറന്ന് ഒന്നും മിണ്ടാനും കഴിയത്തില്ല. ആ ഒരു അവസ്ഥയായി പോയി. അങ്ങനെ വീണ്ടും രണ്ടുപേരും കൂടി സംസാരിച്ച് ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ആ ഒരു മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ അവനോട് നീ ആരാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ തിരിച്ച് മെസ്സേജ് അയക്കുന്നു ഞാൻ ചിലപ്പോൾ ആ ഒരു വെയിറ്റർ ആയിരിക്കാം എന്ന് പറയുമ്പോൾ ആ ഒരു വെയിറ്ററിനെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത സീറ്റിലിരിക്കുന്ന ആ ഒരു ടെക് ബോയ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ പിങ്ക് ഡ്രസ് ഇട്ടിട്ടുള്ള ആ ഒരു സ്ത്രീ ആയിരിക്കാം എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ആരാണെന്നുള്ള കാര്യം പറയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിന് സംശയമാണ് ഈ ഒരു റൂമിലിരിക്കുന്ന ആര് വേണമെങ്കിലും ആവാം. അങ്ങനെ ഓരോരുത്തരായിട്ട് നോക്കുമ്പോഴത്തേക്കാണ് ഹെൻറി ചോദിക്കുന്നത് അല്ല നീ ഓക്കെ അല്ലേ ഇപ്പോൾ എന്തിനാ എല്ലാവരെയും നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വയലറ്റ് ആയാലും ഏയ് അതൊന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ഓരോ തവണയും അവന് സംശയം ഉണ്ടാവുന്ന രീതിയിൽ തന്നെ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അവൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വയലറ്റ് ഇപ്പോൾ പറയും ഇത്രയും ഉയരമല്ലേ, അതുമല്ല ഇവിടെ ഇരുന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്കും വല്ലാണ്ടാവുന്നു എന്നുകൂടി പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹെൻറി വെട്ടുന്ന ആ ഒരു വെയിറ്ററിനെ വിളിച്ചിട്ട് ഹേയ് മാറ്റ്, ആൾക്ക് ഇവിടെ ഇരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി വേറെ സീറ്റ് ഒന്ന് നോക്കാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ പറയും ഇപ്പൊ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മാറ്റ് ആയാലും പെട്ടെന്ന് വെളിയിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് സാർ നിങ്ങൾക്ക് എന്തായാലും അടുത്തൊരു ടേബിൾ ഉണ്ട്, വാ നമുക്ക് അവിടേക്ക് പോവാന്നും പറഞ്ഞ് മാറ്റ് അങ്ങനെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും പുറകെ പോകുന്നുണ്ട്. ഹീറോയിനായാലും സന്തോഷം, അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്കും മറ്റേ കാണത്തില്ലല്ലോ. അങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കാണ് അങ്ങനെ മാറ്റ് ആയാലും സാർ ദേ ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് കൊണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ ഹീറോയിനെയും ഒരു മെസ്സേജ് വരുന്നു ഒരിക്കലും നിന്റെ ടേബിൾ മാറരുത്, അതേപോലെ തന്നെ മാറിക്കഴിഞ്ഞാലേ 1 മിനിറ്റിനുള്ളിൽ ടോബി മരിക്കും, അതുകൊണ്ട് ഉടനെ തന്നെ തിരിച്ചു പോകാനായിട്ട് പറയുന്നതും ഹീറോയിൻ ഇപ്പോൾ വഴിയില്ല. ഹീറോയിൻ പെട്ടെന്ന് അല്ല സോറി നമുക്ക് എന്തായാലും തിരിച്ച് ആ ഒരു ടേബിളിലേക്ക് തന്നെ പോയാലോ, എനിക്ക് അവിടെ ഓക്കെയാണ് എന്നെല്ലാം പറഞ്ഞ് വീണ്ടും നമ്മുടെ ഹെൻറിയെ വിളിച്ചിട്ട് തിരിച്ച് അതേ ടേബിളിലേക്ക് തന്നെ പോയിരിക്കുകയാണ്. അങ്ങനെ ഇവർ തിരിച്ച് നടന്നു പോകുമ്പോഴത്തേക്കും നമ്മുടെ വയലറ്റ് അവിടെയുള്ള ഓരോ ക്യാമറകളായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഒരുപക്ഷെ ക്യാമറ വഴിയാണോ അവൻ ഇവരെ നിരീക്ഷിക്കുന്നത് എന്നറിയത്തില്ലല്ലോ. അങ്ങനെ ഇവളുടെ പല ഭാഗങ്ങളിലും ഈ ഒരു ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം അവൻ നോക്കുന്നത് എന്നുള്ള രീതിയിലേ ഇപ്പോൾ നമ്മുടെ ഹീറോയിന് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ വീണ്ടും അതേ ടേബിളിലേക്ക് വന്നിരുന്ന് ഹെൻറി ആണെങ്കിലും ചോദിക്കുന്നുണ്ട് അല്ല ഇപ്പോഴും എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിക്കുമ്പോൾ
അവൾ അപ്പോഴും പറയുന്നു ഇല്ല ഒരു കുഴപ്പമില്ലാന്ന്. അങ്ങനെ ഇവരിയ്ക്കുമ്പോഴത്തേക്കാണ് ആ ഒരു റിസപ്ഷൻ ലേഡി ഉണ്ടല്ലോ അവരിവിടേക്ക് വന്ന് എല്ലാം മേഡം നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ മാറുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ഒരു പറയും ഇല്ല കുഴപ്പമൊന്നുമില്ല. അല്ല നിങ്ങൾ വേറെ ടേബിൾ നോക്കിയിരുന്നു? ഏയ് ഞങ്ങൾ ഓക്കെ ആണെന്ന് പറയുമ്പോൾ ഓക്കെ ശരി എന്നെല്ലാം പറഞ്ഞിട്ട് അവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ കാണുന്ന നമുക്കായാലും അവിടെയുള്ള ഓരോരുത്തരെയും സംശയിക്കാതിരിക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ വീണ്ടും ഇവർ സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഓക്കെ നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാറ്റ് ഉണ്ടല്ലോ വെയിറ്റർ അവനെ ഇപ്പൊ അടുത്തേക്ക് വിളിക്കാണ്. അങ്ങനെ മാറ്റായാലും ഇവരുടെ അടുത്തേക്ക് ഒന്ന് ഓർഡർ എടുക്കുന്നു. ഹീറോയിൻ ഇപ്പോൾ ആ ഒരു മെനു ബുക്ക് ഉണ്ടല്ലോ അതെടുത്ത് അവളുടെ ഫോൺ എടുത്ത് അതിനെ നടുവിലേക്ക് വെച്ചിട്ട് അവൻ എന്ത് മെസ്സേജാണ് അയച്ചേക്കുന്നത് നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹെൻറിയുടെ ബാഗിലെ ക്യാമറയുണ്ട് അതിനകത്ത് നിന്നും ആ ഒരു SD കാർഡ് പുറത്തെടുക്കാനായിട്ട് പറഞ്ഞേക്കാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും അല്ല അതെങ്ങനെ? അത് നീ തന്നെ കണ്ടുപിടിക്കണം എന്നും പറഞ്ഞിട്ട് അവനിപ്പോ മെസ്സേജ് അയക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മാറ്റിനോട് ഹെൻറി എന്തായാലും അവന് കഴിക്കാനുള്ള ആഹാരം പറഞ്ഞു. ഹീറോയിനോട് എന്തൊക്കെയോ ചോദിക്കുമ്പോൾ അവൾ അതിനെല്ലാം ഓക്കെ ആണെന്ന് പറയാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു SD കാർഡ് എങ്ങനെയും എടുക്കണമല്ലോ അതാണിപ്പോ ആദ്യത്തെ ടാസ്ക്. അതിന് നമ്മുടെ ഹെൻറി എങ്ങനെയും ഇവിടെ നിന്ന് മാറ്റിയേ പറ്റൂ. അതിനുവേണ്ടി അവൾ അവളുടെ വാച്ച് എടുത്ത് പതിയെ ആ ഒരു ബാഗിലേക്ക് ഊരി മാറ്റിയിട്ട് നമ്മുടെ മാറ്റ് അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ നമ്മുടെ ഹെൻറിയോട് പറയും അയ്യോ അത് പോയല്ലോ എന്ന് പറയുമ്പോൾ ഹെൻറി ചോദിക്കും അല്ല എന്തു പറ്റി? അല്ല എന്റെ വാച്ച് എവിടെയോ മിസ്സായിപ്പോയി, എന്റെ അമ്മ എനിക്കത് തന്നതാണ്, എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വാച്ചാണെന്നെല്ലാം പറയുമ്പോൾ ഹെൻറി പറയും വരുന്ന വഴിക്ക് എവിടെയും പോയതായിരിക്കും, എനിക്കറിയത്തില്ല, ഞാൻ അവിടെ ആ ഒരു ടേബിളിൽ കുറെ നേരം വരുമ്പോഴത്തേക്കും ഇരുന്നിരുന്നു, ഇനി അവിടെ വരെ പോയിട്ടുണ്ടോ എന്ന് പറയുമ്പോഴത്തേക്കും ഹെൻറി പറയും ശരി ഞാൻ അവിടേക്ക് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഹെൻറി ഇപ്പോൾ അത് നോക്കാൻ വേണ്ടി അവിടേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ അവൻ അവിടേക്ക് പോകുന്ന ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൽ പെടുന്ന ഹെൻറിയുടെ ബാഗ് എടുത്ത് അതിനകത്ത് നമ്മൾ ആ ഒരു ക്യാമറ എടുക്കുന്നുണ്ട്. ഹെൻറി ഇതൊന്നും കാണുന്നില്ല, അവൻ കുറച്ച് ദൂരമായിട്ട് പോയി നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾ ആ ഒരു ക്യാമറ എടുത്ത് ഓണാക്കിയിട്ട് അതെടുത്തേക്കുന്ന ഫോട്ടോസ് എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് രാഷ്ട്രീയക്കാരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോസ്, ഇങ്ങനെ കുറെ ഫോട്ടോസ് അവ എടുത്തിട്ടുണ്ട്. അതുപോലെ എന്തൊക്കെയോ പേപ്പറുകളും കാര്യങ്ങളും. പക്ഷെ ഇതൊക്കെ എന്താണെന്ന് നമ്മുടെ ഹീറോയിന് അറിയത്തില്ല. അതുകൊണ്ട് അവള് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹെൻറി ഇപ്പോൾ തിരിച്ചു വരുന്നു. അതിനു മുന്നേ തന്നെ ആ ഒരു SD കാർഡ് അവൾ അങ്ങനെ എടുത്തിട്ട് ഒന്നും അറിയാത്തതുപോലെ തന്നെ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഹെൻറി വന്നിട്ട് പറയും ഇല്ല അവിടെ നിന്റെ വാച്ച് കണ്ടില്ല, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും അവളുടെ ഫോണിലേക്ക് മെസ്സേജ് വരാണ് പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോകാനായിട്ട്. ഇതുകൂടി കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ പറയും ഓ നിനക്കൊരു കാര്യം അറിയോ, ഞാൻ ബാത്റൂമിലേക്ക് പോയിരുന്നു, ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും വെച്ചതായിരിക്കും, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് നമ്മുടെ ഹെൻറിക്ക് ഇതെന്താണ് ഈ ഒരു പെണ്ണ് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ മാത്രമേ അവന്റെ മനസ്സിൽ വരുന്നുള്ളൂ. അത് അവന്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം. ഇവിടെ നമ്മുടെ വയലറ്റ് ആണെങ്കിൽ നേരെ ബാത്റൂമിനകത്തേക്ക് വന്നിട്ട് അവിടെ എല്ലാം ഇങ്ങനെ തുറന്നു നോക്കും, ആരെയും കാണുന്നില്ല. എന്നിട്ടാണ് ആ ഒരു കണ്ണാടിയുടെ അടുത്തേക്ക് വന്നിട്ട് ഓക്കെ ഞാൻ ഇവിടെ ഉണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു SD കാർഡ് ഇടിച്ച് നശിപ്പിച്ചിട്ട് അത് നേരെ ഫ്ലഷ് ചെയ്ത് കളയാൻ പറയും. അപ്പൊ അവളായാലും പെട്ടെന്ന് വെയിറ്റ് ഉള്ള ഒരു സാധനം എടുത്ത് ആ ഒരു SD കാർഡ് ഇടിച്ചങ്ങ് പൊട്ടിക്കാണ്, പൊടിയാക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അതെല്ലാം തൂത്തുവാരി നേരെ ഫ്ലഷ് ചെയ്തിട്ട് ഓക്കെ എന്തായാലും ജോലി കഴിഞ്ഞു, ഇനിയെങ്കിലും എന്നെ വെറുതെ വിടോ, എന്റെ മകൻ സേഫ് ആണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒരു കാര്യം കൂടി ഉണ്ടെന്ന് പറയും. ഇനി എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് പ്ലീസ് ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ, നിങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ ഇല്ല ഇനി അവസാനിച്ചിട്ടില്ല, ഒരു കാര്യം കൂടിയുണ്ട് എന്നും പറഞ്ഞിട്ട് ആ ഒരു ടവലിരിക്കുന്ന ഡിസ്പെൻസർ ഉണ്ട് അത് തുറക്കാൻ പറയും. അപ്പോൾ നമ്മുടെ വയലറ്റ് അതിങ്ങനെ തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ചെറിയൊരു ബോട്ടിലുണ്ട്, അതിനുള്ളിൽ എന്തോ ഒരു മരുന്നും. ഇപ്പൊ ഇതെന്തിനാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഇതൊരു വിഷമാണ്, ഇതെങ്ങനെയെങ്കിലും നമ്മുടെ ഹെൻറിയെ കുടിപ്പിക്കണം, അതാണിപ്പോ അവള് ചെയ്യേണ്ടത്. അപ്പോൾ അവൾ പറയില്ല ഒരാളെ കൊല്ലാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിന്റെ മകനെ ഞങ്ങൾ കൊല്ലും, അതുപോലെ ഇത് വേദനയില്ലാതെ മരണപ്പെടുന്ന ഒരു വിഷമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോ അവളോട് നിന്റെ മകനെ കൊല്ലും എന്നുള്ള കാര്യം ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറയുമ്പോഴത്തേക്കും ഹീറോയിനെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾ രണ്ടിനും തയ്യാറെടുത്ത് ആ ഒരു വിഷവും കൊണ്ട് നേരെ ഹെൻറിയുടെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ തിരിച്ച് നടന്നു വരുമ്പോഴത്തേക്കാണ് ആ ഒരു റിസപ്ഷൻ ലേഡി ഉണ്ടല്ലോ അവർ വന്നിട്ട് അല്ല മേഡം നിങ്ങളുടെ വാച്ച് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ഇല്ല, കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും അറിയിക്കാന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിലും എന്തോ ഒരു ക്യാമറ ഉണ്ട്, അത് ഹീറോയിൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇവരായിരിക്കോ അറിയത്തില്ല. അപ്പോഴാണ് വയലറ്റിന് എന്തോ ഒരു സംശയം തോന്നിയിട്ട് അവള് നേരെ ആ ഒരു റിസപ്ഷൻ ലേഡി ഉണ്ടല്ലോ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് അല്ല എന്റെ ഒരു സംശയം കൊണ്ട് ചോദിക്കുവാണ്, ഞങ്ങൾ ബുക്ക് ചെയ്ത ആ ഒരു ടേബിൾ ഇതിന് മുന്നേ വേറെ ആരെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടോ, ഞങ്ങൾക്ക് മാറ്റി തന്നതാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുമില്ല, നിങ്ങൾ ബുക്ക് ചെയ്ത ടേബിൾ തന്നെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു റിസപ്ഷൻ ലേഡി ആണെങ്കിലും സോറി മേഡം എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന ആ ഒരു കസ്റ്റമറിനെ അകത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ ഈ ഒരു ഭാഗത്ത് നിന്ന് അവരുടെ ആ ഒരു ഫോൺ എടുത്തിട്ട് പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കോള് പോകുന്നില്ല, സിഗ്നൽ എല്ലാം അവൻ കട്ട് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോഴേക്കാണ് ആ ഒരു കമ്പ്യൂട്ടറിൽ ഈ ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ടല്ലോ അവർക്കിപ്പോൾ മെസ്സേജ് അയക്കുകയാണ് അതിന്റെ കസ്റ്റമറിന്, ഇതുപോലെ എനിക്കൊരു സഹായം വേണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുക. അപ്പൊ അവർ ചോദിക്കും അല്ല എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇതുപോലെ എന്റെ മകനെ വീട്ടിലെ ഒരാൾ കൊല്ലാനായിട്ട് നിൽക്കാണ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് അത് അയക്കാനായിട്ട് വരുമ്പോൾ വയലറ്റിന്റെ ഫോണിൽ അവൻ മെസ്സേജ് അയക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അവൾ ഇപ്പൊ ചെയ്യുന്ന ഈ ഒരു കാര്യവും അവൻ കാണുന്നുണ്ട്. ഈ ഒരു മെസ്സേജ് വല്ല അയച്ചു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ നിന്റെ മകനെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന് വീണ്ടും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, അവൾ അത് എൻ്റർ ചെയ്ത് വിടുന്നില്ല. അതേസമയം ഇവിടെ നമ്മുടെ ഹെൻറിയുടെ അടുത്ത് മാറ്റ് വന്നിട്ട് അല്ല ഇപ്പൊ പോയ ആ ഒരു ലേഡി ഇനി തിരിച്ചു വരുമോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവൻ പറയും ഏയ് അതൊക്കെ അവരെന്തായാലും വരും,
കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവനും ആകെ ദേഷ്യം വന്നിങ്ങനെ ഇരിക്കുകയാണ്. കാരണം ഡേറ്റിന് വന്നിട്ട് ഇതുപോലെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് പിന്നെ ദേഷ്യം വരാത്തത്? ആ ഒരു സമയത്താണ് നമ്മുടെ ഹീറോയിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഇവിടെ 2 വട്ടം ഒരുത്തം വന്ന് ഇടിച്ചല്ലോ, ഇനിയിപ്പോൾ അവനായിരിക്കോ അവളുടെ ഫോൺ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വന്ന് ഇടിച്ചതായിരിക്കോ എന്നുള്ള രീതിയിൽ അവൾ അവിടെ നിന്ന് നേരെ ആ ഒരുത്തനെ കാണാനായിട്ട് വരും. നോക്കുമ്പോഴത്തേക്ക് അവൻ ഒരിടത്തിരുന്ന് ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരെ അവന്റെ മുന്നിലേക്ക് വന്നിട്ട് അവനെ തന്നെ തുറച്ചിങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അവൻ ചോദിക്കുന്നത്, ഓ അപ്പോൾ നിങ്ങൾ വീണ്ടും വന്നോ? അതെ ഞാൻ വന്നു, നിങ്ങൾ കുറെ നേരമായാലും ഇവിടെ ആർക്കു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അവൻ പറയും, അതെ ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ? അല്ല നിങ്ങളുടെ പേരെന്താ? അപ്പോൾ ഹീറോയിൻ പറയും വയലറ്റ്. ഓക്കെ വയലറ്റ്, നിങ്ങളൊരു ഡേറ്റിന് വേണ്ടി ഇരിക്കുകയാണോ? കുറെ നേരമായിട്ട് ആ ഒരാൾ നിങ്ങളെ നോക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹെൻറി എങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അവൾ പറയും ഓക്കെ ശരി ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവനെ വലിയ രീതിയിൽ സംശയിക്കാതെ അവിടെ നിന്ന് ഹെൻറിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്കാണ് അടുത്ത മെസ്സേജ്, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത് എന്ന് പറയുമ്പോഴത്തേക്കും അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവൻ അപ്പോഴും ഫോണിൽ യൂസ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ആരാണെന്ന് ഉറപ്പിക്കാൻ പോലും കഴിയത്തില്ല. അങ്ങനെ ഇത്തവണ നമ്മുടെ വയലറ്റ് വന്നിരിക്കുമ്പോഴത്തേക്കും ഹെൻറി പറയും, ഓക്കെ നിങ്ങൾ കുറച്ച് തിരക്കിലാണെന്ന് തോന്നുന്നു, അതുപോലെ ഈ ഒരു ഡേറ്റ് എന്തായാലും ശരിയാവത്തില്ല, നിങ്ങൾക്ക് ആവശ്യമായിട്ട് സമയം വേണ്ടി വരും, ചിലപ്പോൾ നിങ്ങളുടെ മകനെ പറ്റിയായിരിക്കാം, അതുകൊണ്ട് എന്തായാലും നമുക്ക് മറ്റൊരു ദിവസം കണ്ടുമുട്ടാം, ഞാൻ എന്തായാലും പോവാണെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഇല്ലില്ല പോകരുത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഹെൻറി അങ്ങനെ ആ ഒരു ബില്ലിനും പേ ചെയ്തിട്ട് പോകാനായിട്ട് എഴുന്നേറ്റ് ബാഗെല്ലാം എടുത്ത് നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്കും ഇപ്പോൾ വേറെ വഴിയില്ല, അതുകൊണ്ട് തന്നെ വയലറ്റ് എഴുന്നേറ്റ് അവനെ അങ്ങനെ പിടിച്ചിട്ട് തിരിച്ചു നിർത്തിയ ഒരു കിസ്. ഇതുകൂടിയാവുന്നത് ഹെൻറിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നിട്ട് പറയും, പ്ലീസ് എനിക്ക് വേണ്ടി ഇവിടെ ഇരിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ റിച്ചാർഡ് എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ലേഡി അയാളെ വഴക്ക് പറഞ്ഞിട്ട് ഒരു മണ്ടനാണെന്നെല്ലാം പറഞ്ഞ് അവരവിടെ നിന്ന് എഴുന്നേറ്റൊക്കെ പോകുന്നു. അപ്പൊ ഇതെല്ലാം കണ്ട് ഇവർ രണ്ടുപേരും വീണ്ടും ആ ഒരു ടേബിളിലേക്ക് വന്നിരുന്നു. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ അവനോട് നോർമലായിട്ട് തന്നെ സംസാരിക്കും. കാരണം ഇനിയിപ്പോ സംശയത്തിന്റെ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇവ എഴുന്നേറ്റ് പോകും. അതുകൊണ്ട് തന്നെ ആ ഒരു വെയിറ്റർ നമ്മുടെ മാറ്റ് ഉണ്ടല്ലോ അവനെ വിളിച്ചു വരുത്തി ഇവർ ഫുഡെല്ലാം വീണ്ടും ഇങ്ങനെ ഓർഡർ ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് അവിടെ ആ ഒരു പിയാനോ വായിക്കുന്നവനുണ്ടല്ലോ ഹീറോയിന്റെ അടുത്തേക്ക് ഒന്ന് സംസാരിച്ചവൻ, അവനെ കാണുന്നതും നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് ഒരു ഐഡിയ ഇങ്ങനെ ആലോചിച്ചിട്ട് അവളൊരു നോട്ട് എടുത്ത് അതിനകത്ത് ഹെൽപ്പ്, അതിലിങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള രീതിയിൽ അവളുടെ ലിപ്സ്റ്റിക് വെച്ച് എഴുതിയിട്ട് നമ്മുടെ മാറ്റിനോട് പറയും, ദേ ഈ ഒരു പണം ആ ഒരു പിയാനോ വായിക്കുന്ന അയാൾക്ക് കൊടുക്കാവൂ എന്നും പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ കൊടുത്തു വിടുമ്പോഴത്തേക്കും അവൻ ഈ ഒരു ഫുഡ് എടുക്കാൻ പോകുന്ന സമയത്ത് തന്നെ ആ ഒരു പൈസ കൊണ്ടുവന്ന് ആ ഒരു പിയാനോ വായിക്കുന്നുണ്ടല്ലോ അവന്റെ അടുത്തുള്ള ആ ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഇടുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ ആ ഒരു പണം ഇപ്പോഴും എടുത്തിട്ടില്ല. ഹീറോയിൻ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്, അവൻ എപ്പോൾ എടുക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതും നോക്കിയിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹെൻറി വീണ്ടും അവനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പിയാനോ വായിക്കുന്നുണ്ടല്ലോ അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അതുമല്ല അവിടെയുള്ള ആ ഒരു പണം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇയാളെ കുടിക്കാനായിട്ട് പോയിരിക്കുന്ന സമയത്ത് ഹീറോയിൻ എത്തി നോക്കുകയാണ് അവൻ എന്താണ് ചെയ്യുന്നതെന്ന്. അവൻ ആ ഒരു പൈസയിൽ എഴുതിയിരിക്കുന്ന കാര്യം കണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൻ കുറച്ച് മദ്യം കൂടി വാങ്ങിയിട്ട് അതും കൊണ്ടുവന്ന് നേരെ തന്റെ ടേബിളിലേക്ക് ഇരുന്ന് അത് നല്ലതുപോലെ കുടിച്ചിട്ട് പിന്നെയും ഇരുന്ന് അങ്ങനെ പിയാനോ വായിക്കുന്നു. അപ്പൊ എന്തായാലും അവൻ കണ്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇവർ ഓർഡർ ചെയ്ത ആ ഒരു ഫുഡ് ഉണ്ടല്ലോ അത് ഇവിടേക്ക് കൊണ്ടുവരുന്നതും അവളുടെ പ്ലേറ്റിൽ കാണിക്കുമ്പോഴത്തേക്കാണ് അവൾ കൊടുത്തുവിട്ട നോട്ട് അതിനകത്തിരിക്കുന്നു. ഇതുകൂടി കാണുന്നത് ഹീറോയിൻ അയാൾക്ക് തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. സോറി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ അയാൾ പറയും, നിന്റെ സോറി കേൾക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു പിയാനോ വായിക്കുന്നുണ്ടല്ലോ അവനെ കാണിക്കുമ്പോഴത്തേക്കും അവനിപ്പോ എഴുന്നേറ്റ് പതിയെ തല ഇറങ്ങി നേരെ താഴേക്ക് ഒന്ന് വീഴും. ഇത് കണ്ട നമ്മുടെ ഹെൻറി ബാക്കി എല്ലാവരും അവിടേക്ക് ഓടി ചെന്നിട്ട് അയാളെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് അയാൾ ഒരുപാട് മദ്യം കഴിച്ചതുകൊണ്ടായിരിക്കും തലറങ്ങി വീണത് എന്നുള്ള രീതിയിൽ അയാളെ അവിടെ നിന്നും എഴുന്നേൽപ്പിച്ച് വിടുന്നുണ്ട്. എന്നിട്ട് ഹെൻറി നേരെ തിരിച്ചു വന്ന് അപ്പോഴേക്കും വയലറ്റ് അവളുടെ ഫോണിൽ നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ക്യാമറ ഉണ്ടല്ലോ അതിലൂടെ നോക്കുമ്പോൾ ആ ഒരു മുഖംമൂടി ഇട്ടവൻ നമ്മുടെ ജെന്നില്ലേ അവൾ സോഫയിലിരിക്കുന്ന സമയത്ത് അവളുടെ പുറകിലൂടെ വന്ന് അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അവള് പ്രതികരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവളുടെ തലയിലടിച്ച് അവളുടെ ബോധം പോയി. അത് കഴിഞ്ഞ് ടോബിയെ പിടിക്കാനായിട്ട് വരികയാണ്. ടോബി ഇപ്പോൾ പേടിച്ച് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും അയാൾ ടോബിയെ പൊക്കിയെടുത്ത് അവരുടെ ആ ഒരു റൂമിനകത്തേക്ക് കൊണ്ടുവന്ന് ആ ഒരു ഡോർ അടച്ച് വെളിയിലേക്ക് ഇറങ്ങുന്നു. ഇതോടി കാണുന്ന ഹീറോയിൻ നല്ലതുപോലെ പേടിച്ചിട്ട് കരയാണ്, വേണ്ട വേണ്ടെന്നല്ല പറഞ്ഞിട്ട്. അപ്പോഴേക്കും തന്നെ ഹീറോ ആ ഒരു പിയാനോ വായിക്കുന്നവനെ പറഞ്ഞു വിട്ട് അയാൾ ഒരുപാട് മദ്യം കഴിച്ചു കാണും അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു പിയാനോ വായിക്കുന്നുണ്ടല്ലോ അയാളിപ്പോ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി പോവാണ്. അതുപോലെ പെട്ടെന്ന് തന്നെ ലിഫ്റ്റിലേക്ക് കയറിയിട്ട് അയാൾ താഴേക്ക് ഇറങ്ങി പോകുന്നു. അതേസമയം ഇവരിവിടെ ഇരുന്നിട്ട് ആ ഒരു ഗ്ലാസ് വഴി താഴേക്ക് നോക്കുമ്പോഴത്തേക്കാണ് താഴെ ആംബുലൻസ് എല്ലാം വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു പിയാനോ വായിച്ചല്ലോ അവൻ വിളിച്ചിട്ട് വന്നതാണെന്ന് തോന്നുന്നു. അപ്പൊ അവൻ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ അതെന്തായാലും ആവട്ടെ എന്ന് പറഞ്ഞ് ഇവർ വീണ്ടും സംസാരിക്കുമ്പോൾ ഹെൻറി പറയും, നമുക്ക് 2 ഷോട്ട് എടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ശരി ഞാൻ പോയി വാങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അവൾ അത് വാങ്ങിക്കാനായിട്ട് എഴുന്നേറ്റ് പോകുന്നതും അവളുടെ ആ ഒരു ബാഗ് പെട്ടെന്ന് താഴേക്ക് വന്ന് വീഴും. അതുപോലെ അതിനകത്ത് നിന്നും ആ ഒരു വാച്ചും വെളിയിലേക്ക് വന്ന് വീഴുന്നുണ്ട്. ഇത് നമ്മുടെ ഹെൻറി കാണുകയും ചെയ്യുന്നു. അവനിപ്പോ നല്ല ദേഷ്യമായി. വയലറ്റ് ആണെങ്കിലോ നേരെ ഇവിടേക്ക് വന്നിട്ട് 2 ചെറിയ ഗ്ലാസ്സിൽ മദ്യവും വാങ്ങി ക്യാര എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയോട് സംസാരിച്ചിരിക്കുകയാണ്. അതുമല്ല ഇവിടെ വെച്ചിട്ട് അവൾ ആ ഒരു വിഷം അതിലേക്ക് ഒഴിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ക്യാര എന്ന് പറഞ്ഞ ഒരു ലേഡി പെട്ടെന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ അവർ ചോദിക്കും, അല്ല ലെമൺ വേണോന്ന് ചോദിക്കുമ്പോൾ
ഇല്ല വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു ഗ്ലാസ് എടുത്ത് നേരെ നമ്മുടെ ഹെൻറിയുടെ അടുത്തേക്ക് നടന്നു വരും. ഹെൻറി ആണെങ്കിൽ ഇപ്പൊ ആകെ ദേഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ഹെൻറിയുടെ മുന്നിലേക്ക് അത് കൊണ്ട് വെച്ചിട്ട് ഇപ്പൊ ഹെൻറി ആയാലും ആകെ വല്ലാത്ത രീതിയിൽ അവളോട് ചോദിക്കും. അവളുടെ കയ്യിൽ ആ ഒരു വാച്ച് എടുത്ത് കൊടുത്തിട്ടാണ്, ഈ വാച്ച് നിന്റെ പേഴ്സിൽ നിന്നാണ് കിട്ടിയത്, നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞേ, എന്താ നീ മറയ്ക്കാൻ ശ്രമിക്കുന്നേ എന്നെല്ലാം പറയുമ്പോൾ ഇപ്പോൾ വീണ്ടും ആ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നോക്കുന്നു. അവളുടെ ഭർത്താവ് എങ്ങനെയാണ് മരിച്ചെന്നുള്ള ആ ഒരു കാര്യം. അന്ന് അവളുടെ നേർക്ക് ആ ഒരു തോക്ക് ചൂണ്ടിയിട്ട് അത് കഴിഞ്ഞ് അവൻ ആ ഒരു തോക്ക് പിടിച്ചു വാങ്ങി ഇപ്പോ അവളെ കൊല്ലാതെ അവളുടെ കുഞ്ഞ് ടോബി ഉണ്ടല്ലോ അതിനെ കൊല്ലാൻ പോവാണ്. അങ്ങനെ തോക്കെടുത്ത് കാണിക്കുന്നതും വീണ്ടും ആ ഒരു സീൻ കട്ട് ചെയ്ത് ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാ എനിക്ക് മെസ്സേജ് അയച്ചേ, എനിക്കൊരു കുട്ടിയുണ്ട്, ഇതെല്ലാം അറിഞ്ഞിട്ട് നീ എന്തിനാ എനിക്ക് മെസ്സേജ് അയച്ചെന്ന് ഹെൻറിയോട് ചോദിക്കുമ്പോൾ ഹെൻറി ആയാലും അവൻ ഇഷ്ടപ്പെട്ട ആ ഒരു കാര്യം ഹീറോയിനെ കണ്ടിട്ടാണ് എന്നുള്ള ആ ഒരു കാര്യങ്ങളെല്ലാവരും പറയുന്നുണ്ട്. കാരണം അവന് സത്യത്തിൽ അവളെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു ഡേറ്റിങ്ങിന് വിളിച്ചത്. അപ്പോൾ ഹീറോയിനായാലും ഹെൻറിക്ക് തന്നോടുള്ള ആ ഒരു ഇഷ്ടം മനസ്സിലാക്കിയിട്ട് ഇപ്പൊ അവളുടെ ഭർത്താവിന് സംഭവിച്ചത് എന്താണെന്ന് പറയാണ്. സത്യത്തില് അന്നത്തെ ആ ഒരു ദിവസം അവൾ ഒരിക്കലും അവളുടെ ഭർത്താവിനെ കൊന്നിട്ടില്ല. അവസാനം അവനായിട്ട് തന്നെയാണ് അവന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് മരണപ്പെട്ടത്. പക്ഷെ അവൾ ആ ഒരു റൂമിൽ പെട്ടുപോയത് കൊണ്ട് എല്ലാരും വിചാരിച്ചു അവളാണ് അവളുടെ ഭർത്താവിനെ കൊന്നതെന്ന്. പക്ഷെ അവളെ ജയിലിലൊന്നും അടച്ചില്ല. കാരണം അവൻ അതേപോലെ അവളെ ഉപദ്രവിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഹീറോയിൻ ഇപ്പോൾ നല്ലതുപോലെ കരയാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഹെൻറി ആയാലും അവളെ സമാധാനിപ്പിച്ചിട്ട് ഇപ്പൊ പറയും, ഓക്കെ ഞാൻ ലെമൺ വാങ്ങിയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് ഹെൻറി അവിടെ നിന്നും ലെമൺ വാങ്ങിക്കാനായിട്ട് ഇറങ്ങി ഇങ്ങനെ പോവാണ്. ആ ഒരു സമയത്ത് ഹീറോയിൻ ഉണ്ടല്ലോ ആ ഒരു വിഷം അതിലേക്ക് ഒഴിക്കാനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും മാറ്റ് എന്ന് പറഞ്ഞ അവൻ പെട്ടെന്ന് കുറച്ച് ഫുഡുമായിട്ട് അവിടേക്ക് വരുന്നു. അതുകൊണ്ട് അവൾക്ക് ഒഴിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അവൻ കുറച്ചു നേരം അവിടെ നിന്ന് സംസാരിച്ച് വീണ്ടും അവിടെ നിന്ന് തിരിച്ചിറങ്ങി പോകുന്നതും നേരത്തെ അവളുടെ ദേഹത്തേക്ക് വന്ന് ഇടിച്ചല്ലോ ഒരുത്തൻ, അവനാണെങ്കിൽ ഇപ്പോ ആ ഒരു ടേബിളിൽ നിന്ന് മറ്റൊരു ടേബിളിലേക്ക് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ അവനാണെങ്കിൽ ഫോണിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്ക് ഇവൾക്ക് മെസ്സേജ് വരുന്നു, ആ ഒരു വിഷം ഒഴിക്കാനായിട്ട് റെഡി അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവൻ തന്നെ ആയിരിക്കും. അങ്ങനെ അവസാനം വേറെ വഴിയില്ലാതെ ആ ഒരു വിഷം ഈ ഒരു ഗ്ലാസ്സിലേക്ക് അങ്ങനെ ഒഴിക്കുന്നതും കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹെൻറിയും അവിടേക്ക് വരുന്നു. അവളാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുകയാണ്. അവൻ അവിടേക്ക് വന്നിട്ട് ആ ഒരു ലെമനും അതിലൊഴിച്ച് ഇപ്പൊ രണ്ടുപേരും അതെടുത്ത് കുടിക്കാനായിട്ട് നമ്മുടെ ഹെൻറി അതെടുത്ത് കുടിക്കാനായിട്ട് വരുമ്പോൾ അവൾ മനഃപൂർവ്വം അടുത്തുള്ള ആ ഒരു വൈൻ തട്ടി അവന്റെ ദേഹത്തേക്ക് ഇടും. ഹേയ് സോറി അറിയാതെ തട്ടിപ്പോയതാണെന്നെല്ലാം പറയുമ്പോൾ അവൻ ആ ഒരു മദ്യം കഴിക്കാതെ അവിടെ തന്നെ വെച്ചിട്ട് ശരി ഞാൻ പോയിട്ട് വാഷ് ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ബാത്റൂമിലേക്ക് നടന്നു പോവാണ്. ആ ഒരു സമയത്ത് തന്നെ അവൾക്ക് അടുത്ത മെസ്സേജ് വരുന്നുണ്ട്, ഹേയ് നല്ല സ്മാർട്ടായിട്ട് തന്നെ കളിച്ചു എന്നും പറഞ്ഞ്. ഇതുകൂടി ആവുന്നതും അവൾ ആ ഒരു ഫോണും എടുത്ത് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അവന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നതും പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് മറ്റൊരു പെണ്ണ് വരാണ്. അതായിരുന്നു അവന്റെ യഥാർത്ഥ കാമുകി. അപ്പോൾ എന്തായാലും ഇവനല്ല അവൾക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് ക്യാര എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണല്ലോ അവരിവിടേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോയിനോട് ചോദിക്കും, ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയാം, നിനക്കൊരു പക്ഷെ ആ ഒരു പയ്യനെ ഡേറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് പോയിക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, ഹേ ഇല്ലില്ല അയാൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, ഇത് വേറെ ചില കാര്യങ്ങളാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ആ ഒരുത്തനോട് ചോദിക്കും. അപ്പോൾ അവര് പറയും അത് അവന്റെ കാമുകി തന്നെയാണ്, അവര് റെഗുലർ ആയിട്ട് ഇവിടേക്ക് വരാറുണ്ട് എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ റിച്ചാർഡ് അപ്പൂപ്പൻ അങ്ങനെ ഇരിക്കുന്നു. കുറെ നേരമായിട്ട് ഹീറോയിനെ നോക്കുന്നുണ്ട്. അതുമല്ല അയാൾക്ക് അവിടെ ഇരുന്നിട്ട് ഹീറോയിനെ കാണാനും കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ വയലറ്റ് ആ രണ്ട് മദ്യ ഗ്ലാസ്സും എടുത്ത് നേരെ റിച്ചാർഡ് അപ്പൂപ്പന്റെ അടുത്തേക്ക് നടന്ന് ചെല്ലിട്ട് അവിടെ ആ ഒരു ഗ്ലാസും വെച്ച് ദേ ഇതിലൊന്ന് നിങ്ങൾ എടുത്തോ എന്നും പറഞ്ഞിങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും അയാൾ പറയും, സോറി എനിക്ക് ഇന്നത്തെ ലിമിറ്റ് കഴിഞ്ഞു, ഇനി എനിക്ക് കഴിക്കാൻ കഴിയത്തില്ല എന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിലൂടെ തന്നെ ഹീറോയിന് മനസ്സിലായി ഇവൻ എന്തോ ഒരു കാര്യം പേടിക്കുന്നുണ്ടെന്ന്. അപ്പൊ അയാൾ പറയും, വയലറ്റ് എന്തിനാ എനിക്കിതെല്ലാം, എന്തായാലും ഞാൻ കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല ഞാൻ എന്റെ പേര് നിങ്ങളോട് ഇതിനു മുന്നേ പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ എന്റെ പേര് നിങ്ങൾക്കറിയാം എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഹീറോയിന് കാര്യം മനസ്സിലായി. അപ്പൊ തന്നെ അയാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തിട്ട് ഓക്കെ നീ ഇവിടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ ഹീറോയിൻ ഇരിക്കത്തില്ല. അപ്പൊ അയാൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് മര്യാദയ്ക്ക് ഇരിക്കാൻ എന്നും പറഞ്ഞ് അവൾ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ശരി ഓക്കെ അപ്പോൾ നിന്റെ ധൈര്യം എന്തായാലും ഞാൻ സമ്മതിച്ചിരിക്കുന്നു, നീ ഇത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അതിലേതെങ്കിലും ഒന്ന് എടുത്ത് കുടിക്കാനായിട്ട് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി അവളോടൊന്ന് കുടിക്കാൻ പറയും. അപ്പൊ അവളാണെങ്കിലും അതിലുള്ള ഒരു ഗ്ലാസ് എടുത്ത് ഇങ്ങനെ കുടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയും ഓക്കെ ഇനി കാര്യത്തിലേക്ക് വരാന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, നിങ്ങൾ പറഞ്ഞതുപോലെ ആ ഒരു ഫോട്ടോസ് എല്ലാം ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഹെൻറിയെ വെറുതെ വിടണം, എന്റെ മകൻ ടോബി അവനെ സേഫ് ആകണമെന്ന് പറയുമ്പോൾ ഇയാൾ പറയും ഓക്കെ അതൊക്കെ ശരിയാണ്, പക്ഷെ ഹെൻറിയെ ഒരിക്കലും വെറുതെ വിടാൻ കഴിയത്തില്ല, കാരണം അവൻ ഇന്ന് രാത്രി വേറൊരാളെ കാണാൻ പോകുന്നുണ്ട്, അയാളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാലും അത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് അവനെ കൊല്ലേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഇവര് രാഷ്ട്രീയപരമായിട്ട് എന്തോ ഒരു തെറ്റ് ചെയ്ത് അത് നമ്മുടെ ഹെൻറി ഫോട്ടോ എടുത്തതുകൊണ്ടാണ് ഹെൻറിയെ കൊല്ലാനായിട്ട് ഇയാളെ അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവൻ തെരഞ്ഞെടുത്തത് നമ്മുടെ ഹീറോയിനെ, കാരണം ഹീറോയിനാണ് ഇവനെ ഡേറ്റ് ചെയ്യുന്നുള്ള കാര്യം അവർക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അതുപോലെ നിന്റെ ഭർത്താവിനെ കൊന്നതുകൊണ്ട് തന്നെ ഇതുപോലൊരു കൊലപാതകം നീ വീണ്ടും ചെയ്തു കഴിഞ്ഞാല് അത് പത്രങ്ങളിൽ നല്ലൊരു ഹെഡിങ് ആയിരിക്കും. ആദ്യ ഭർത്താവിനെ കൊന്ന് അത് കഴിഞ്ഞിട്ട് അതേ സ്ത്രീ മറ്റൊരാളെ കൊന്നു എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഒരിക്കലും എന്റെ ഭർത്താവിനെ കൊന്നത് ഞാനല്ല, അതവൻ സ്വയം ചെയ്തതാണ് എന്നെല്ലാം പറയുമ്പോൾ ഇവിടെയാണ് റിച്ചാർഡ് മറ്റൊരു കാര്യം പറയുന്നത്. ആ ഒരു പിയാനോ വായിച്ചുകൊണ്ടിരുന്ന അവൻ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയല്ലോ. സത്യത്തിൽ അവൻ ആ ഒരു നോട്ട് നമ്മുടെ ഹീറോയിൻ എഴുതി കൊടുത്ത ആ ഒരു നോട്ട് കണ്ടിരുന്നു. പക്ഷെ ആ ഒരു സമയം തന്നെ റിച്ചാർഡ് ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു,
ഇനിയിപ്പോ നീ ആണെങ്കിലും അവിടെ ഇരിക്കുന്ന ആ ഒരു മദ്യത്തിലെ വിഷം ഒഴിച്ച് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്റെ മകനെ ഞങ്ങൾ കൊല്ലും എന്നുള്ള രീതിയിൽ മെസ്സേജ് അയച്ചതുകൊണ്ടാണ് അയാൾക്കും വേറെ വഴിയില്ലാതെ അയാളുടെ അടുത്ത് ഒരു വിഷം വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് അതിലേക്ക് ഒഴിച്ച് അയാൾ താഴെ വീണത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇപ്പോ റിച്ചാർഡിന് കഴിക്കാനായിട്ട് എന്തോ ഒരു ഫുഡ് ഒരാൾ അവിടേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട്. എന്നിട്ട് റിച്ചാർഡ് പറയും, ഓക്കെ ശരി, എന്തായാലും നീ ചെയ്യേണ്ട കാര്യം കറക്റ്റായിട്ട് ചെയ്തോ, ഇല്ലാന്നുണ്ടെങ്കിൽ ടോബിയെ കൊല്ലാനായിട്ട് എനിക്ക് അധികം സമയം പോലും വേണ്ട എന്ന് പറയുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഹെൻറി വരുന്നു. എന്നിട്ട് വയലറ്റ്, ഇയാളെ നിനക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോൾ അതെ, ഞങ്ങളുടെ ഒരു സുഹൃത്തുക്കളാണെന്നെല്ലാം പറഞ്ഞ് ഇപ്പൊ ഹെൻറി ആയാലും ആ ഒരു മദ്യം കുടിച്ചിട്ടില്ലല്ലോ, ആ ഒരു ഗ്ലാസ് മാത്രമേ ബാക്കിയുള്ളൂ, അതിലാണ് വിഷം കലർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റിച്ചാർഡ് പറയും, അവൾ കുറെ നേരമായിട്ട് ഇത് വെച്ചോണ്ടിരിക്കുന്നു, അതകം കഴിച്ചേക്ക് എന്ന് പറയുമ്പോൾ ഹെൻറി ആയാലും അത് പെട്ടെന്ന് എടുത്ത് കഴിച്ച് ഓക്കെ എല്ലാം സേഫ് ആണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹെൻറിയോട് ടേബിളിലേക്ക് പോയി ഇരിക്കാൻ പറയും. എന്നിട്ട് വയലറ്റ് അവിടെ ഇരുന്നിട്ടാണ് ചോദിക്കുന്നത്, ഓക്കെ എന്റെ മകൻ ഇപ്പോൾ സേഫ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെ സേഫ് ആണ് എന്ന് വെച്ചാല് നമ്മുടെ ഹെൻറി ആ ഒരു വിഷം ഒഴിച്ച മദ്യം എടുത്ത് കുടിച്ചത് കൊണ്ട് ഇനിയിപ്പോ എന്തായാലും ടോബി സേഫ് ആണ് എന്നുള്ള കാര്യം പറയുന്നതും ഇപ്പോൾ നമ്മുടെ വയലറ്റ് ഒരു സ്റ്റോറി പറയാൻ തുടങ്ങും. ഇതുപോലെ പണ്ട് ഞാൻ ഒരാളോടൊപ്പം ഡേറ്റിങ്ങിന് പോയിരുന്നു, അവനാണെങ്കിൽ എന്നെ കൊല്ലാൻ ശ്രമിച്ചു, അതും എനിക്ക് ഈ വിഷം തന്നിട്ട്. പക്ഷെ ഞാനാണെങ്കിലോ അവനോട് ഡേറ്റിങ്ങിന് പോയിട്ട് സംസാരിച്ച് ഈ വിഷം കഴിച്ചതുപോലെ തന്നെ അഭിനയിച്ച് നേരെ തിരിച്ച് അവന് തന്നെ ഒരു പണി കൊടുക്കുമായിരുന്നു. പക്ഷെ അവൻ ഒരിക്കലും അറിഞ്ഞില്ല ആ ഒരു കാര്യം എന്നിങ്ങനെ പറയുന്നതും ഇവിടെയാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ്. എന്താണെന്നല്ലേ, അവളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു വിഷം ഒരിക്കലും ആ ഒരു മദ്യത്തിൽ ഒഴിച്ചിട്ടില്ലായിരുന്നു, അവൾ ഒഴിച്ചതുപോലെ വെറുതെ ഇങ്ങനെ കാണിച്ചതാണ്. സത്യത്തിൽ ആ ഒരു വിഷം അപ്പോഴും അവളുടെ കയ്യിലുണ്ട്. ഹെൻറി ഇവിടേക്ക് വന്നിട്ട് ആ ഒരു മദ്യം എടുത്ത് കുടിക്കുമ്പോഴത്തേക്കും റിച്ചാർഡ് അവനെ നോക്കിയിരിക്കുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പിൽ അവന് കഴിക്കാൻ കൊണ്ടുവച്ച ആ ഒരു ഫുഡില് നമ്മുടെ ഹീറോയിൻ ആ ഒരു വിഷം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതാണിപ്പോ റിച്ചാർഡ് എടുത്ത് കഴിച്ചത്. ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതും റിച്ചാർഡിന് അങ്ങനെ ദേഷ്യം വന്നിട്ട് നിന്നെ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞ് അവന്റെ കയ്യിൽ തോക്കെടുത്ത് വയലറ്റിനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും അതിനു മുന്നേ തന്നെ നമ്മുടെ ഹെൻറി ഉണ്ടല്ലോ, അവൻ ഈ ഒരു കാര്യം കണ്ട് ഓടി വന്ന് വയലറ്റിനെ തള്ളി മാറ്റി ആ ഒരു ബുള്ളറ്റ് അവന്റെ വയറിൽ കൊള്ളുന്നു. അങ്ങനെ അവൻ താഴെ വീഴുന്നതും ഇപ്പൊ നമ്മുടെ വയലറ്റ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവൻ പുറകെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ അവളെ അടിച്ച് താഴേക്കല്ലേ ഇടുമ്പോഴത്തേക്കും വയലറ്റിന് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നിട്ട് ഇവൻ തോക്കുകൊണ്ട് നിൽക്കുമ്പോ നമ്മുടെ ക്യാര ഉണ്ടല്ലോ, അവള് പെട്ടെന്ന് പുറകിലൂടെ വന്ന് ഇവന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. പക്ഷെ അപ്പോഴവൻ നിൽക്കുന്നില്ല, അവനിപ്പോ ക്യാരയെ പിടിച്ച് മറ്റൊരിടത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട് ഒരു കത്തിയെടുത്ത് അവളുടെ മുതുകിലേക്ക് ഒരു ഒറ്റക്കൊത്ത്, എന്നിട്ട് അവളെ ഇടിച്ച് താഴേക്കിടുന്നു. ഇപ്പൊ നമ്മുടെ ഹീറോയിനെ രക്ഷിക്കാമെന്ന ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി. അത് കഴിഞ്ഞ് ഹീറോയിനെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അവൾ കുനിയുമ്പോൾ ഈ ഒരു ബുള്ളറ്റ് വന്ന് അടുത്തുള്ള ആ ഒരു ഗ്ലാസ്സിൽ കൊള്ളുന്നുണ്ട്. എന്നിട്ട് ഇവനായാലും പെട്ടെന്ന് തിരിഞ്ഞ് ആ ഒരു ഗ്ലാസിന്റെ അടുത്തേക്ക് വന്ന് നിന്ന് തന്റെ ഫോൺ എടുത്ത് ഹീറോയിന്റെ വീട്ടിൽ നിൽക്കുന്നുണ്ടല്ലോ ഒരുത്തൻ, അവനോട് പറയും ടോബി അങ്ങ് കൊല്ലാനായിട്ട്. എന്നിട്ട് ആ ഒരു ഫോൺ താഴേക്കിട്ട് അതും നശിപ്പിച്ച് ഇപ്പൊ ഹീറോയിനെ കൊല്ലാനായിട്ട് നിൽക്കുന്നതും ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാല് നമ്മുടെ ഹെൻറി കൊടുത്ത ഒരു ഗിഫ്റ്റ് ഉണ്ട്, അതെടുത്ത് ആ ഒരു പൊട്ടിയ ഭാഗത്തേക്ക് ഒരു ഒറ്റയേറ്. അപ്പോ റിച്ചാർഡ് പറയും നിനക്ക് മിസ്സായി പോയെന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോ ഈ ഒരു ഗ്ലാസ് അങ്ങ് പൊട്ടിയിട്ട് ഈ കാറ്റ് വെളിയിലേക്ക് ഇങ്ങനെ പിടിക്കുമല്ലോ, ആ ഒരു പവറിൽ റിച്ചാർഡ് തെറിച്ചങ്ങ് വെളിയിലേക്ക് പോവാണ്. റിച്ചാർഡ് അങ്ങനെ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നേരെ താഴേക്ക് വീണ് പോട്ടി തന്നെ അവൻ തീർന്നു. അപ്പോഴാണ് നമ്മുടെ വയലറ്റിനും അവിടെ നിൽക്കാൻ കഴിയത്തില്ല, അവള് ഇഴഞ്ഞ് നേരെ ആ ഒരു ടേബിളിലുള്ള തുണിയുണ്ടല്ലോ അതും പിടിച്ചു വലിച്ച് അത് ഈ ഒരു ജനാലയുടെ ഒരു ഭാഗത്ത് കുരുങ്ങിനെ നിൽക്കുന്നതും ഇവൾ അതിൽ പിടിച്ച് ഇങ്ങനെ തൂങ്ങിക്കിടക്കാണ്. ഏത് നിമിഷമാണെങ്കിലും ഇത് കീറിപ്പോവാം. അങ്ങനെ ഇതായാലും കീറി നമ്മുടെ വയലറ്റ് താഴെ വീഴും എന്നുള്ള അവസ്ഥയാവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോ നേരെ വന്നിട്ട് ആ ഒരു തുണിയിൽ പിടിച്ച് ഒരു വിധത്തിൽ നമ്മുടെ വയലറ്റിനെ വലിച്ച് മുകളിലേക്ക് കയറ്റും. അങ്ങനെ എഴുന്നേറ്റ് മുകളിലേക്ക് വന്ന് ഹെൻറിയുടെ വയറിലേക്ക് ആ ഒരു തുണി എടുത്ത് വെച്ചിട്ട് അവന്റെ ഫോൺ എടുത്ത് ഇപ്പൊ നേരെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. കാരണം ടോബിയെ കൊല്ലാനായിട്ട് ആ ഒരുത്തൻ അവിടെ ഉണ്ടല്ലോ. അങ്ങനെ ഹീറോയിനായാലും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നേരെ താഴേക്ക് വരികയാണ്. താഴേക്ക് വന്ന് അവളുടെ കാർ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നല്ല വേഗതയിൽ പോകുന്നു. ഹീറോ ടോൾ ഗേറ്റ് ഒക്കെ ഉണ്ട്, അതെല്ലാം ഇടിച്ച് തെറിപ്പിച്ച് അങ്ങനെ പോവാണ്, എവിടെയും നിൽക്കുന്നില്ല. അതുപോലെ ക്യാമറ വഴി വീടിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് കാണുന്നുണ്ട്. എന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കും ജെന്നുണ്ടല്ലോ, അവള് ആ ഒരു മുഖംമൂടിയായിട്ട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്യാണ്. പക്ഷെ അവളെ കൊണ്ടും പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല, അത്രയും വലിയ തടിമാടനല്ലേ. അവനാണെങ്കിൽ അവളെ എടുത്ത് ഇനി എറിയെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ടോബിനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും അവള് പെട്ടെന്നൊരു ഗ്ലാസ് എടുത്ത് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. അത് കഴിഞ്ഞ് നമ്മുടെ ടോബിയെ പിടിച്ച് ടോബി ഓടി വന്ന് ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അവനെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ അവനെയും പിടിച്ച് നേരെ മുകളിലേക്ക് ഓടിപ്പോവാണ്. ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ നല്ല വേഗതയിൽ വരുന്നു, റോഡ് പണിയെല്ലാം നടക്കുന്നുണ്ട്, അവിടെ ഒന്നും വണ്ടി നിർത്തുന്നില്ല. ഈ പല വഴിയിലൂടെയും വണ്ടി അങ്ങനെ ഓടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വരികയാണ്. ഇവിടെ വീടിനകത്താണെങ്കിലോ ഇവര് രണ്ടുപേരും കൂടി നേരെ ആ ഒരു റൂമിനകത്ത് കയറിയിട്ട് ടോബിയോട് പറയും കട്ടിലിനടിയിലേക്ക് പോയി ഒളിച്ചിരിക്കാൻ പറയും. അപ്പൊ ടോബി നേരെ കട്ടിലിനടിയിലേക്ക് പോയിരിക്കുന്നതും ജെന്നാണെങ്കിലോ ആ ഒരു കതകിനടുത്തേക്ക് വലിയൊരു ടേബിൾ കൊണ്ടുവച്ചിട്ട് അവിടെ ഇങ്ങനെ ചാരിയിരിക്കും. അവനാണെങ്കിൽ തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും കഴിയുന്നില്ല. അവനിപ്പോ ആ ഒരു തോക്ക് ഉപയോഗിച്ച് അകത്തേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവളാണെങ്കിലും അകത്തേക്ക് ഒളിച്ചിരുന്ന അവസാനം ഇവൻ ആ ഒരു ഡോർ ഇടിച്ച് തുറന്ന് ജെന്നിനെ ഇടിച്ച് താഴേക്കിട്ടിട്ട് അവളുടെ ഷോൾഡറിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ ജെന്നായാലും താഴെ വീണ് അവൾക്ക് പനങ്ങാൻ കഴിയത്തില്ല. അങ്ങനെ അവനായാലും നേരെ ആ ഒരു കട്ടിലിനടുത്തേക്ക് വന്നിട്ട് കട്ടിലിന് മുകളിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടോബി അവിടെ ഉണ്ടെന്നും പറഞ്ഞിട്ട്. പക്ഷെ ടോബി അവിടെ ഇല്ല, അവൻ എവിടെ ഒളിച്ചിരിക്കുകയാണ്. ആ ഒരു ഗ്യാപ്പിലാണ് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ വീടിന് വെളിയിലേക്ക് വന്നു. എന്നിട്ട് അവള് പെട്ടെന്ന് അകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും ആരുടെ അനക്കമില്ല. അങ്ങനെ ഹീറോയിൻ പതിയെ വരുമ്പോഴത്തേക്കും
ആ ഒരു മുഖംമൂടിയും തോക്കും വെച്ചിട്ട് ഇങ്ങനെ ഒളിച്ചു വരികയാണ്. ഇപ്പൊ ഹീറോയിൻ ആയാലും പതിയെ നേരെ കിച്ചണിലേക്ക് ചെന്നിട്ട് ഒരു കത്തിയെടുത്ത് ഈ ഒരു മുഖംമൂടിയെ കാണുന്നത് അവന്റെ തോളിലേക്ക് ഒരു ഒറ്റക്കുത്ത്. അവനാണെങ്കിലോ ഹീറോയിൻ അടിച്ചങ്ങ് താഴേക്കിടും. അങ്ങനെ ഹീറോയിനെ നല്ലതുപോലെ ഇടിച്ചിട്ട് അവളെ താഴെ ഇടുമ്പോഴത്തേക്കും ഹീറോയിൻ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. അവൾ ആ ഒരു ടേബിളിന്റെ അപ്പുറത്ത് വശത്ത് കിടക്കാണ്. എന്നിട്ട് ഇഴഞ്ഞിഴഞ്ഞി ഒരിടത്തേക്ക് വന്നിരിക്കുമ്പോ ഈ മുഖംമൂടി ഇട്ടവൻ പതിയെ നടന്ന് അവളുടെ മുന്നിലേക്ക് വന്ന ആ ഒരു കത്തിയും വലിച്ചൂരിയിട്ട് ഇപ്പൊ അവന്റെ മുഖംമൂടി എടുത്ത് മാറ്റുമ്പോഴത്തേക്കും ഇവൻ വേറെ ആരുമല്ല. സ്റ്റാർട്ടിംഗ് സീനില് ഹീറോയിന്റെ വീട്ടിലേക്ക് എന്തോ ഒരു മീറ്റർ പരിശോധിക്കാൻ ഒരുത്ത് വന്നിരുന്നല്ലോ, അവനാണത്. അങ്ങനെ അവൻ നമ്മുടെ ഹീറോയിനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കാണ് എന്തോ വരുന്നൊരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ടോബി കളിക്കുന്ന ആ ഒരു ടോയ് കാറ് അതിപ്പോ അങ്ങനെ ഓടി വരികയാണ്. ഇവൻ അങ്ങനെ നോക്കി നിൽക്കുന്നതും ഈ ഒരു കാർ വന്ന് ഹീറോയിന്റെ മുന്നിൽ നിൽക്കുമ്പോഴത്തേക്കാണ് ആ കാറിന് മുകളിൽ ഒരു തോക്കുണ്ടായിരുന്നു. ഇത് കാണുന്നത് നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് ആ ഒരു തോക്കെടുത്ത് ഒന്നും ആലോചിക്കത്തില്ല, അതെ ഇതുപോലെ ഒരു 2-3 അടിച്ചങ്ങ് വിട്ടുകൊടുക്കുന്നതും അവനും മരിച്ചു നേരെ താഴേക്ക് വന്ന് വീഴുന്നു. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ടോബി അവിടെ ഒരിടത്ത് ഒളിച്ചിരുന്നിട്ടാണ് ഈ കാർ വെച്ച് ഇതുപോലെ കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തായാലും രക്ഷപ്പെടാൻ കഴിയും. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും ജെൻ ഉണ്ടല്ലോ, അവൾക്കും വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. ഷോൾഡറിലാണ് ബുള്ളറ്റ് കൊണ്ടത്. അതുകൊണ്ട് അവൾ നേരെ താഴേക്ക് വന്ന് ഇപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് അത് കഴിഞ്ഞിപ്പോ കുറച്ച് നാളുകൾക്ക് ശേഷം കാണിക്കുമ്പോൾ നമ്മുടെ ഹെൻറി ഹോസ്പിറ്റലിൽ കിടക്കാണ്. അവനെ കാണാൻ വേണ്ടി ഹീറോയിനും അവിടേക്ക് വന്ന് അവനോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ ഹെൻറിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, അവനിപ്പോഴും അവളെ ഇഷ്ടം തന്നെയാണ്. അതുകൊണ്ട് അവൾക്കും തിരിച്ചിഷ്ടം തന്നെയാണ്. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിന്റെ ഫോണിലേക്ക് വീണ്ടും അതേപോലെ ഒരു മെസ്സേജ് വരുന്നു. ഇത് കണ്ട് അവൾ പേടിച്ചിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് അത് വേറെ ആരുമല്ല, ജെൻ ആയിരുന്നു. അവളെ പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ അയച്ചതാണ്. അപ്പൊ ജെൻ പറയും, ഹേയ് തമാശയ്ക്ക് അയച്ചതാണെന്നെല്ലാം പറഞ്ഞിട്ട് ഓക്കെ നിങ്ങൾ എന്തായാലും സംസാരിച്ചൊന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നതും ഇവർ രണ്ടുപേരും എന്തായാലും ഇനി സ്നേഹിച്ച് കല്യാണം കഴിക്കുമെന്നുള്ള കാര്യം നമുക്ക് എന്തായാലും മനസ്സിലായി. അതോടെ തന്നെ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.